ഹേ ഗൈസ്, ഇന്നൊരു മിനി വ്ളോഗാണേ. ഓഫീസിൽ നിന്ന് ഞങ്ങൾ എല്ലാവരോടും ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. എല്ലാവരും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു 5 പേര് മാത്രമാണ് കേട്ടോ പോണത്. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഒറ്റ മനസ്സാണ്. എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് കഴിക്കണം എന്നതിനെ പറ്റിയുള്ള പൊരിഞ്ഞ ഡിസ്കഷനാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി ഹെൽമെറ്റ് ഒക്കെ തൂക്കി ഞങ്ങൾ ഇറങ്ങി. 2 വീലറിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ നേരെ പോയത് പട്ടാമ്പിയിലേക്കായിരുന്നു. പട്ടാമ്പി അർബൻ ലൈനിലേക്കാണ് കേട്ടോ പോയത്. നൈറ്റ് ആണ് കേട്ടോ ഇവിടെ വരാൻ അടിപൊളി. ഫുഡ് ഓർഡർ ചെയ്ത ശേഷം ഞങ്ങൾ നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ചേട്ട ഫുഡും കൊണ്ട് വന്നപ്പോൾ എല്ലാവരും കൂടി അതിന്റെ മേലെ ചാടി വീഴായിരുന്നു കേട്ടോ ചെയ്തത്. കാരണം വിശപ്പിന്റെ വിളി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മന്തി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാ ഈ ഒരു സാധനം നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ചിക്കൻ പൊള്ളിച്ചതാണ് കേട്ടോ. ഇതിന്റെ മസാലക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. ഇത് ജെല്ലിക്കെട്ടാണ്. അതും നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു അതും. പിന്നെ ഞങ്ങൾ ഹണി പേരി പേരി ഒക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ പൊള്ളിച്ചതും ജെല്ലിക്കെട്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് എല്ലാം ഷെയർ ചെയ്ത് കഴിക്കാന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തത്. ഫ്ലോപ്പായാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഫ്ലോപ്പ് ആവണ്ടല്ലോ. എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ല അർമാദിച്ച് കഴിച്ചു. ജെല്ലിക്കെട്ട് കഴിച്ചതിന് ശേഷമുള്ള ദർശന്റെ എക്സ്പ്രഷൻ ആണ് കേട്ടോ ഇത്. നല്ല സ്പൈസി ആയിരുന്നു. അവൻ നന്നായിട്ടിരുന്ന് വലിക്കുന്നുണ്ട്. ഞങ്ങൾ ചുറ്റിനിരുന്ന് അവനെ കളിയാക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ നല്ല സ്പൈസി ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. ജെല്ലിക്കെട്ടും ചിക്കൻ പൊള്ളിച്ചതും ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി ഐറ്റം ആയിരുന്നേ. അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.